സൗദി എയർലൈൻസിന്റെ ജിദ്ദ കോഴിക്കോട് സർവീസ് പുനരാരംഭിക്കുന്നു. ഡിസംബർ 4 മുതൽ സർവീസ് ഷെഡ്യൂൾ ചെയ്തു. ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടാകും. 2020 കരിപ്പൂർ വിമാന ദുരന്തത്തിന് ശേഷം സർവീസ് നിർത്തിവച്ചിരുന്നു. സൗദിയുടെ ഫ്ലൈനാസ് റിയാദിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തും. സെപ്റ്റംബർ 2 ആരംഭിക്കും. ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടാകും. അഫ്താബ് റഹ്മാൻ നൽകും വിശദാംശങ്ങൾ. അഫ്താബ്, പ്രവാസികൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു നടപടിയാണ്. ഏതൊക്കെ രീതിയിലാണ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? സൗദി എയർലൈൻസ് നിലവിൽ ആഴ്ചയിൽ 3 സർവീസുകളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇത് ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ്. വെള്ളി, തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് 4:25 വിമാനം ജിദ്ദയിൽ നിന്നും പുറപ്പെടുക. രാത്രി 12:25 കരിപ്പൂരിലെത്തും. കൂടാതെ തിങ്കളാഴ്ച തന്നെ പുലർച്ചെ മറ്റൊരു ഷെഡ്യൂൾ കൂടിയുണ്ട്. അത് പുലർച്ചെ 1 മണിക്ക് ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 9 മണിക്ക് കരിപ്പൂരിലെത്തും. ഇനി വിമാനം തിരിച്ചു വരുന്ന സമയക്രമം നോക്കുകയാണെങ്കിൽ ശനി, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിരിക്കും കരിപ്പൂരിൽ നിന്നും ജിദ്ദയിലേക്ക് തിരിച്ചുള്ള സർവീസുകൾ ഉണ്ടാവുക. ഇതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജിദ്ദയിൽ നിന്നും വളരെ കുറഞ്ഞ സർവീസുകളാണ് നേരിട്ട് ജിദ്ദയിലേക്ക് ഉണ്ടായിരുന്നത്. മക്ക ഉൾപ്പെടെ, മദീന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ജിദ്ദ. ആ നിലക്ക് ഉംറക്കും ഹജ്ജിനുമായി വരുന്നവർ, അതോടൊപ്പം തന്നെ ജിദ്ദയിലെ പ്രവാസികൾ, അവർക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് സൗദി എയർലൈൻസിന്റെ ഈ പുതിയ പ്രഖ്യാപനം. ഡിസംബർ മുതലാണ് ഇപ്പോൾ ഷെഡ്യൂളുകൾ നൽകിയിട്ടുള്ളത്. ഇത് തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവാസികൾ ഉള്ളത്. ഇപ്പോൾ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2020 കോഴിക്കോട് വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാന ദുരന്തത്തെ തുടർന്നാണ് സുരക്ഷാ മുൻകരുതൽ ചൂണ്ടിക്കാട്ടി വലിയ വിമാനങ്ങൾക്കുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ സർവീസ് പുനരാരംഭിച്ചിരുന്നില്ല. എന്നാൽ നേരത്തെ ഇപ്പോൾ റിയാദിലേക്ക് സർവീസ് ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിദ്ദയിലേക്കും സർവീസ് ആരംഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൗദിയിലെ വിമാന കമ്പനിയായ ഫ്ലൈനാസും കേരളത്തിലേക്ക് സർവീസ് റിയാദിൽ നിന്നും കൊച്ചിയിലേക്ക് സർവീസ് പുനരാരംഭിക്കുകയാണ്. നിലവിൽ കരിപ്പൂരിലേക്ക് ഇതേ എയർലൈൻസിന്റെ ഫ്ലൈനാസിന്റെ സർവീസ് ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ മധ്യ ജില്ലക്കാർക്കും ഒപ്പം തന്നെ തെക്ക് ജില്ലക്കാർക്കും ആശ്വാസമാകുന്ന തരത്തിൽ കൊച്ചിയിലേക്ക് പുതിയ സർവീസ് ഫ്ലൈനാസ് ആരംഭിക്കുന്നത്. ഇത് സെപ്റ്റംബർ 2 മുതൽ ആരംഭിക്കും. ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ ഞായർ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും ഫ്ലൈനാസിന്റെ വിമാന സർവീസ് ആരംഭിക്കുക. ഇതിനു പുറമെ നേരത്തെ തിരുവനന്തപുരത്തേക്ക് നിർത്തിവെച്ചിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകളും ഉടനടി പുനരാരംഭിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ നിലക്ക് 3 വിമാന കമ്പനികൾ നേരിട്ട് സർവീസ് ആരംഭിക്കുന്നത് സ്വാഭാവികമായിട്ടും സൗദിയിലെ പ്രവാസികൾക്കും ഒപ്പം നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് വരുന്നവർക്കുമെല്ലാം തന്നെ ഗുണമായി മാറും. ശരി, സൗദി എയർലൈൻസിന്റെ പുനർക്രമീകരിച്ച സർവീസുകളുടെ സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു അഫ്താബ് റഹ്മാൻ സൗദി അറേബ്യയിൽ നിന്നും.